തമിഴ്നാട്ടിലെ സാധാരണമായൊരു ഗ്രാമത്തിൽ നിന്ന് ചെന്നൈയിലെ തിരക്കേറിയ TV സ്റ്റുഡിയോയിലേക്ക് ഒരു പെൺകുട്ടി എത്തുമ്പോൾ അതൊരു കൊലപാതക കേസിൻ്റെ തുടക്കമാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. 2012 മെയ് മാസം ചെന്നൈ ടി നഗറിലെ തമിഴ് സ്റ്റുഡിയോയിൽ സൊൽവതെല്ലാം ഉണ്മൈ എന്ന റിയാലിറ്റി ഷോയുടെ ചിത്രീകരണം നടക്കുന്നു. അവതാരകയായ നിർമ്മല പെരിയസ്വാമിയുടെ മുന്നിലിരിക്കുന്നത് 17 വയസ്സുകാരിയായ ഭാർഗവിയും അവളുടെ കാമുകൻ സതീഷുമാണ്. അവർ അവിടെ എത്തിയത് സഹായം അഭ്യർത്ഥിച്ചാണ്. വീട്ടുകാർ അവരുടെ പ്രണയത്തിന് സമ്മതിക്കുന്നില്ല. തങ്ങൾക്ക് സംരക്ഷണം വേണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ ക്യാമറകൾക്ക് മുന്നിൽ ഭാർഗവി പറഞ്ഞ കാര്യങ്ങൾ ആ സ്റ്റുഡിയോയെ മാത്രമല്ല, വരാനിരുന്ന ദിവസങ്ങളിൽ തമിഴ്നാടിനെ മുഴുവൻ നടുക്കാൻ പോകുന്നവയായിരുന്നു. നമസ്കാരം, ദ ഡാർക്ക് സൈഡിലേക്ക് സ്വാഗതം. ഷോയുടെ ഭാഗമായി ഭാർഗവിയുടെ അച്ഛൻ മുരുകനെയും അമ്മ രാജേശ്വരിയെയും സ്റ്റുഡിയോയിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. മുരുകൻ ഒരു ഫർണിച്ചർ കട നടത്തുന്ന നാട്ടിൽ മാന്യമായി ജീവിക്കുന്ന വ്യക്തിയാണ്. ക്യാമറയ്ക്ക് മുന്നിൽ അയാൾ ഭാർഗവിയെ ശകാരിക്കുകയായിരുന്നു. ഇവൾ വഴിതെറ്റിപ്പോയി, ഇവൾ പറയുന്നത് വിശ്വസിക്കരുത് എന്നതായിരുന്നു അയാളുടെ വാദം. എന്നാൽ ഭാർഗവിയുടെ കണ്ണുകളിൽ പ്രണയത്തകർച്ചയുടെ സങ്കടമല്ല, മറിച്ച് ഭയമായിരുന്നു. അവളുടെ അച്ഛനെ നോക്കുമ്പോൾ അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവതാരകയായ നിർമ്മല പെരിയസ്വാമി ഭാർഗവിയോട് ചോദിച്ചു, നിനക്ക് അച്ഛനെ ഇത്ര പേടിയാണോ? പ്രണയത്തിൻ്റെ പേരിൽ നിന്റെ അച്ഛൻ നിന്നെ എന്തു ചെയ്യാനാണ്? ഈ ചോദ്യമാണ് ഈ കേസിനെ മാറ്റിമറിച്ചത്. ഭാർഗവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിർമ്മലയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അവൾ ക്യാമറയെ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, എൻ്റെ അച്ഛൻ ഒരു കൊലയാളിയാണ്. അദ്ദേഹം 3 പേരെ കൊന്ന് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഒഴിച്ചു മൂടിയിട്ടിട്ടുണ്ട്. എന്നെയും കൊല്ലുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നു. സ്റ്റുഡിയോയിൽ ഒരു നിമിഷം ശ്മശാനമൂകത പടർന്നു. മുരുകൻ അവിടെ വെച്ച് തന്നെ അവൾക്ക് ഭ്രാന്താണെന്ന് ആക്രോശിച്ചു. എന്നാൽ ഭാർഗവി പിന്മാറിയില്ല. 2008 നടന്ന ഒരു സംഭവം അവൾ വിവരിക്കാൻ തുടങ്ങി. അന്ന് അവൾ 9ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. തൻ്റെ അച്ഛൻ്റെ ഉറ്റ സുഹൃത്തായ ശേഖറും മകൾ ലാവണ്യയും അവളുടെ ഭർത്താവും തൻ്റെ വീട്ടിലേക്ക് വന്നതും പിന്നീട് അവരെ ആരും കണ്ടിട്ടില്ല എന്നതും അവൾ ഓർത്തെടുത്തു. ഭാർഗവി തൻ്റെ അമ്മയെ സാക്ഷിയാക്കി സംസാരിച്ചു. തൻ്റെ അമ്മ തന്നെയാണ് മുറ്റത്ത് 3 മൃതശരീരങ്ങളുണ്ടെന്ന കാര്യം തന്നോട് പറഞ്ഞത് എന്ന് അവൾ വെളിപ്പെടുത്തി. നീ ശബ്ദമുണ്ടാക്കിയാൽ നിന്നെയും അച്ഛനാ കുഴിയിലിടും എന്ന് അമ്മ തന്നെ ഭീഷണിപ്പെടുത്തിയതായി അവൾ പറഞ്ഞു. ഒരു റിയാലിറ്റി ഷോയുടെ സെറ്റിൽ വെച്ച് ലൈവ് പ്രേക്ഷകർക്ക് മുന്നിൽ ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടക്കുന്നത് ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരുന്നു. 4 വർഷം മുമ്പ് ആ വീട്ടിൽ ശരിക്കും എന്താണ് നടന്നത്? ആരായിരുന്നു ആ 3 പേർ? മുരുകൻ എന്ന സാധാരണക്കാരനായ ബിസിനസ്സുകാരൻ എങ്ങനെയാണ് ഒരു സീരിയൽ കില്ലറായി മാറിയത്? നമുക്ക് നോക്കാം. 2012 സ്റ്റുഡിയോയിൽ വെച്ച് ഭാർഗവി ആ രഹസ്യം വിളിച്ചു പറയുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കിയത് 2008 4 വർഷം മുമ്പ് വിഴുപ്പുറത്തെ ആ ഫർണിച്ചർ കടക്കാരൻ്റെ വീട്ടിൽ ശരിക്കും എന്താണ് നടന്നത്? ഈ കഥ തുടങ്ങുന്നത് ഒരു വലിയ സൗഹൃദത്തിൽ നിന്നാണ്. മുരുകനും ശേഖറും വർഷങ്ങളായുള്ള സുഹൃത്തുക്കളായിരുന്നു. ശേഖർ ഒരു കിണർ നിർമ്മാണ തൊഴിലാളിയായിരുന്നു. കഠിനാധ്വാനം കൊണ്ട് ജീവിക്കുന്ന അയാൾക്ക് തൻ്റെ സുഹൃത്തായ മുരുകനെ ജീവനായിരുന്നു, വിശ്വാസമായിരുന്നു. എന്നാൽ ആ വിശ്വാസമാണ് വലിയൊരു ചതിക്ക് വഴിമാറിയത്. ശേഖരൻ്റെ മകൾ ലാവണ്യയും മുരുകൻ്റെ ഫർണിച്ചർ കടയിലെ ജീവനക്കാരനായ സിലംബരശനും പ്രണയത്തിലായിരുന്നു. ലാവണ്യയും മുരുകൻ്റെ മകൾ ഭാർഗവിയും ഏകദേശം ഒരേ പ്രായക്കാരായിരുന്നു. വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ ലാവണ്യയുടെയും സിലംബരശൻ്റെയും പ്രണയത്തെ ഗ്രാമത്തിലുള്ളവർ എതിർത്തു. ഒടുവിൽ അവർ ഒളിച്ചോടി വിവാഹം കഴിച്ചു. തൻ്റെ മകളെയും മരുമകനെയും സംരക്ഷിക്കാൻ ശേഖർ തിരഞ്ഞെടുത്തത് തൻ്റെ ഉറ്റ സുഹൃത്തായ മുരുകൻ്റെ വീടായിരുന്നു. എൻ്റെ മക്കളെ നീ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞ് ആ പിതാവ് അവരെ മുരുകൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. മുരുകൻ്റെ വീട്ടിലെത്തിയ ലാവണ്യയുടെ കയ്യിൽ ധാരാളം സ്വർണ്ണാഭരണങ്ങളുണ്ടായിരുന്നു. ഈ സ്വർണത്തിനോടുള്ള ആർത്തിയും ലാവണ്യയോടുള്ള വികലമായ താല്പര്യവുമാണ് മുരുകനെ കൊലയാളിയാക്കി മാറ്റിയത്. 2008 ഒരു രാത്രിയിൽ
മുരുകൻ തൻ്റെ സുഹൃത്തായ ശേഖറിനെ മദ്യപിക്കാൻ ക്ഷണിച്ചു. മദ്യത്തിൽ മാരകമായ വിഷം കലർത്തി അയാൾ ശേഖറിന് നൽകി. നിമിഷങ്ങൾക്കുള്ളിൽ ആ സുഹൃത്ത് മുരുകന്റെ മുന്നിൽ പിടഞ്ഞു മരിച്ചു. ഇതായിരുന്നു ആ പരമ്പരയിലെ ആദ്യത്തെ ഇര. ആരും കാണാതെ രാത്രിയുടെ നിശബ്ദതയിൽ മുരുകനും തൻ്റെ മറ്റൊരു ജീവനക്കാരനായ മൂർത്തിയും ചേർന്ന് മൃതദേഹം വീടിന്റെ മുൻപിലെ കോമ്പൗണ്ടിൽ കുഴിച്ചുമൂടി. പിറ്റേന്ന് രാവിലെ തൻ്റെ അച്ഛനെ കാണാതായതോടെ ലാവണ്യ പരിഭ്രാന്തയായി. അവൾ മുരുകനോട് കരഞ്ഞു ചോദിച്ചു. എന്നാൽ അയാൾ എങ്ങോട്ടോ പോയി, ഉടനെ വരും എന്ന് പറഞ്ഞ് അയാൾ അവളെ ആശ്വസിപ്പിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അച്ഛനെ കാണാതായതോടെ ലാവണ്യ പോലീസിൽ പരാതിപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇത് മുരുകനെ ഭയപ്പെടുത്തി. സിലംബരശനെ കൂട്ടുപിടിച്ച് മുരുകൻ ലാവണ്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. തൻ്റെ അച്ഛൻ്റെ കുഴിക്ക് തൊട്ടടുത്ത് തന്നെ ലാവണ്യയുടെ മൃതദേഹവും അവർ മറവ് ചെയ്തു. സിലംബരശൻ ഇതിനെല്ലാം കൂട്ടുനിന്നത് മുരുകൻ നൽകിയ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചായിരുന്നു. 2 പേരെ കൊന്നുകഴിഞ്ഞപ്പോൾ മുരുകൻ മറ്റൊരു കാര്യം കൂടി ചിന്തിച്ചു. ഈ രഹസ്യങ്ങൾ അറിയാവുന്ന സിലംബരശൻ എന്തെങ്കിലും തനിക്കെതിരെ തിരഞ്ഞാലോ? ദൃക്സാക്ഷികളെ ബാക്കി വെക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. ലാവണ്യ മരിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മുരുകൻ സിലംബരശനെയും വിഷം നൽകി കൊലപ്പെടുത്തി. 3 പേരെയും ഒരേ പറമ്പിൽ തന്നെ അടക്കം ചെയ്ത ശേഷം മുരുകൻ ആ പ്രദേശം സിമന്റിട്ട് ഉറപ്പിച്ചു. ലാവണ്യയുടെ അമ്മ മകളെ തിരക്കി വന്നപ്പോൾ അവർ വഴക്കിട്ട് എങ്ങോട്ടോ പോയി എന്ന് അയാൾ കള്ളം പറഞ്ഞു. 4 വർഷം ആ അമ്മ മകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടർന്നു. ആ മൃതദേഹങ്ങൾക്ക് മുകളിലൂടെ മുരുകൻ തൻ്റെ സാധാരണമായ ജീവിതം നയിച്ചു. 2008 3 കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ഭാർഗവി 9ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അവൾ സ്കൂളിൽ പോയ സമയത്താണ് ആ ക്രൂരതകൾ അരങ്ങേറിയത്. അന്ന് രാത്രി മടങ്ങിയെത്തിയ ഭാർഗവിക്ക് തൻ്റെ വീട്ടിൽ എന്തോ വലിയ മാറ്റം സംഭവിച്ചതായി തോന്നി. ശേഖർ അങ്കിളും ലാവണ്യ ചേച്ചിയും എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവർ വഴക്കിട്ട് എങ്ങോട്ടോ പോയി എന്ന പതിവ് മറുപടിയാണ് അവൾക്കും ലഭിച്ചത്. എന്നാൽ വീടിന് മുന്നിലെ മണ്ണിൽ പുതിയതായി നടത്തിയ മാറ്റങ്ങളും അച്ഛൻ്റെ പെരുമാറ്റത്തിലെ അസ്വാഭാവികതയും ആ ചെറിയ കുട്ടിയിൽ സംശയം ജനിപ്പിച്ചു. ഭാർഗവി വളർന്നതോടെ മുരുകൻ എന്ന കൊലയാളി തൻ്റെ ക്രൂരത സ്വന്തം മകൾക്ക് നേരെയും തിരിച്ചു. മുരുകൻ അവളെ ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിക്കാൻ തുടങ്ങി. സഹികെട്ട ഭാർഗവി തൻ്റെ അമ്മ രാജേശ്വരിയോട് പരാതിപ്പെട്ടു. എന്നാൽ ഒരമ്മയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സംരക്ഷണമല്ല അവൾക്ക് ലഭിച്ചത്. രാജേശ്വരി അവളെ മുറ്റത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു പ്രത്യേക സ്ഥലം കാണിച്ചു കൊടുത്തു. ഇവിടെ 3 പേരെ അച്ഛൻ കൊന്നു കുഴിച്ചു മൂടിയിട്ടിട്ടുണ്ട്. നീ ശബ്ദമുണ്ടാക്കുകയോ അച്ഛനെ എതിർക്കുകയോ ചെയ്താൽ നിന്റെ അവസ്ഥയും ഇതുതന്നെയാകും. ഒരു മകൾക്ക് സ്വന്തം അമ്മയിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും ഭയാനകമായ മരണഭീഷണിയായിരുന്നു അത്. താൻ ഉറങ്ങുന്ന മുറിയുടെ തൊട്ടടുത്ത് ജനലിന് പുറത്ത് 3 മൃതദേഹങ്ങൾ ഉണ്ടെന്ന അറിവ് ഭാർഗവിയെ മാനസികമായി തകർത്തു. ഓരോ ദിവസവും ആ മൃതദേഹങ്ങൾക്ക് മുകളിലൂടെ അവൾക്ക് നടക്കേണ്ടി വന്നു. എങ്കിലും അവൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വിദ്യാഭ്യാസം മാത്രമാണ് ഏക പോംവഴിയെന്ന് അവൾ കരുതിയിരിക്കണം. 84% മാർക്ക് വാങ്ങി അവൾ +2 പാസ്സായി. ഒരു എഞ്ചിനീയർ ആകണമെന്ന വലിയ സ്വപ്നം അവൾ ഉള്ളിൽ കൊണ്ടു നടന്നു. പുറമെ സാധാരണക്കാരിയായി അഭിനയിക്കുമ്പോഴും ഉള്ളിൽ അവൾ വലിയൊരു അഗ്നിപർവ്വതം പേറുകയായിരുന്നു. ഇതിനിടയിലാണ് സതീഷ് എന്ന യുവാവ് അവളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. സതീഷിനോട് അവൾ തൻ്റെ പ്രണയം വെളിപ്പെടുത്തി. എന്നാൽ ഈ ബന്ധം മുരുകൻ അറിഞ്ഞതോടെ കാര്യങ്ങൾ വഷളായി. മുരുകൻ ഭാർഗവിയെ ക്രൂരമായി മർദ്ദിക്കുകയും ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. ലാവണ്യയും ശേഖറിനെയും കൊന്നതുപോലെ നിന്നെയും ഞാൻ തീർക്കും എന്ന് അയാൾ ആക്രോശിച്ചു. അപ്പോഴാണ് ഭാർഗവി ഒരു കാര്യം ഉറപ്പിച്ചത്. ഇനി താൻ മൗനം പാലിച്ചാൽ അത് തൻ്റെ മരണത്തിന് കാരണമാകും. മരിക്കുകയാണെങ്കിൽ അത് സത്യം വിളിച്ചു പറഞ്ഞ് പോരാടി മരിക്കാം എന്നവൾ തീരുമാനിച്ചു. പോലീസിനെ സമീപിക്കാൻ അവൾക്ക് ഭയമായിരുന്നു. തൻ്റെ അച്ഛൻ സ്വാധീനമുള്ള ആളാണെന്നും പോലീസിനെ കബളിപ്പിക്കുമെന്നും അവൾ കരുതി. എന്നാൽ ചെന്നൈയിലെ ആ റിയാലിറ്റി ഷോയെക്കുറിച്ച് അവൾ കേട്ടിരുന്നു. അവിടെ ചെന്ന് ലോകത്തിനു മുന്നിൽ സത്യം പറഞ്ഞാൽ അച്ഛന് തന്നെ തൊടാൻ കഴിയില്ലെന്ന് ആ 17 വയസ്സുകാരി കണക്കുകൂട്ടി. സതീഷിനൊപ്പം വീട്ടിൽ നിന്നും ഒളിച്ചോടി അവൾ ചെന്നൈയിലെത്തുമ്പോൾ അവളുടെ കയ്യിൽ പണമോ വസ്ത്രങ്ങളോ ഉണ്ടായിരുന്നില്ല. മറിച്ച്
ലോകത്തെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു വലിയ സത്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. റിയാലിറ്റി ഷോ സംപ്രേഷണം ചെയ്തതിനു ശേഷം തൊട്ടു പിന്നാലെ തമിഴ്നാട് പോലീസ് ഉണർന്നു പ്രവർത്തിച്ചു. എന്നാൽ കേസ് അത്ര എളുപ്പമായിരുന്നില്ല. 4 വർഷം മുമ്പ് നടന്ന കൊലപാതകമാണ്. യാതൊരു തെളിവുകളുമില്ല. വിഴുപ്പുറം SP ഭാസ്കരന്റെ നേതൃത്വത്തിലുള്ള സംഘം മുരുകന്റെ വീട്ടിലേക്ക് പാഞ്ഞെത്തി. ഭാർഗവി പറഞ്ഞത് സത്യമാണോ എന്നുറപ്പിക്കാൻ അവളുടെ സാന്നിധ്യത്തിൽ തന്നെ വീടിന്റെ മുൻവശത്തെ സിമന്റ് തറ പൊളിക്കാൻ പോലീസ് തീരുമാനിച്ചു. ആ പ്രദേശം മുഴുവൻ നാട്ടുകാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റിയപ്പോൾ പോലീസ് പോലും ഞെട്ടിപ്പോയി. ഭാർഗവി കൃത്യമായി അടയാളപ്പെടുത്തിയ സ്ഥലത്ത് നിന്ന് 3 മനുഷ്യാസ്ഥികൂടങ്ങൾ കണ്ടെടുത്തു. ശേഖർ, ലാവണ്യ, സിലംബരശൻ എന്നിവരുടേതായിരുന്നു ആ അവശിഷ്ടങ്ങൾ. അതോടെ മുരുകൻ ഒരു കൊലയാളിയാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു. എന്നാൽ ആ സമയത്ത് മുരുകനും ഭാര്യ രാജേശ്വരിയും ഒളിവിൽ പോയിരുന്നു. അവരെ പിടികൂടുക എന്നതായിരുന്നു പോലീസിന് മുന്നിലെ അടുത്ത വെല്ലുവിളി. മുരുകനെ പിടികൂടാൻ പോലീസ് ഒരു തന്ത്രം മെനഞ്ഞു. സി തമിഴ് ചാനലിലെ പ്രതിനിധികളാണ് എന്ന് പറഞ്ഞ് മുരുകന്റെ ഫോണിലേക്ക് പോലീസ് വിളിച്ചു. നിങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ ചാനൽ ഒരു അവസരം കൂടി നൽകുന്നു. നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കാം എന്ന് വിശ്വസിപ്പിച്ചു. ചാനൽ ക്രൂവിനെ കാത്തുനിന്ന മുരുകന്റെ അടുത്തേക്ക് പ്രസ് സ്റ്റിക്കർ പതിപ്പിച്ച കാറിലാണ് പോലീസ് എത്തിയത്. ക്യാമറയുമായി ഇറങ്ങിയ പോലീസുകാരെ കണ്ട് ചാനൽക്കാരാണെന്ന് കരുതിയ മുരുകനെ അവർ നിമിഷങ്ങൾക്കുള്ളിൽ കീഴടക്കി. മുരുകന്റെ സഹോദരൻ മധുരശനും ഈ കൊലപാതകങ്ങൾ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. 8 വർഷത്തോളം വിഴുപ്പുറം മഹിളാ കോടതിയിൽ ഈ കേസ് നീണ്ടുനിന്നു. ഇതിനിടയിൽ മുരുകന്റെ ജീവനക്കാരനായ മൂർത്തി മരണപ്പെട്ടു. കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയാഞ്ഞതിനാൽ മുരുകന്റെ ഭാര്യ രാജേശ്വരിയെ കോടതി വിട്ടയച്ചു. ഒടുവിൽ 2020 ജൂലൈ 18 ജഡ്ജി G. ശാന്തി വിധി പ്രസ്താവിച്ചു. മുരുകന് 3 കൊലപാതകങ്ങൾക്കും കൂടി 3 തുടർച്ചയായ ജീവപര്യന്തം 3 consecutive life sentences എന്ന ശിക്ഷ വിധിച്ചു. അതായത് ഒരു ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞാൽ മാത്രമേ അടുത്തത് ആരംഭിക്കൂ. അയാൾക്ക് ഒരിക്കലും ജയിലിന് പുറം ലോകം കാണാൻ കഴിയില്ല. ഈ കഥ അവസാനിക്കുമ്പോൾ നാം ഓർക്കേണ്ടത് ഭാർഗവി എന്ന പെൺകുട്ടിയാണ്. സ്വന്തം അച്ഛനെതിരെ സംസാരിക്കാൻ അവൾ കാണിച്ച ധൈര്യം സമാനതകളില്ലാത്തതാണ്. സതീഷിൻ്റെ കുടുംബം അവളെ മകളെ പോലെ സ്വീകരിച്ചു. അവൾക്ക് വിവാഹത്തേക്കാൾ വലുത് പഠനമാണ് എന്ന് പറഞ്ഞ് ആ കുടുംബം അവളെ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർത്തു. ഒരു ക്രിമിനലിൻ്റെ മകൾ എന്ന ലേബലിൽ നിന്നും നീതിക്ക് വേണ്ടി പോരാടിയ പെൺകുട്ടി എന്ന നിലയിലേക്ക് ഭാർഗവി മാറി. മൗനം വെടിഞ്ഞ് അവൾ അന്ന് ആ സ്റ്റുഡിയോയിൽ സംസാരിച്ചില്ലായിരുന്നുവെങ്കിൽ ആ മുറ്റത്തെ മണ്ണിൽ നിന്ന് ആ 3 പേരുടെ രഹസ്യം എന്നേക്കുമായി ഉറങ്ങുമായിരുന്നു. നന്ദി.